ഹേ ഗായ്സ്, അപ്പം നമ്മൾ വിഴിഞ്ഞത്ത് പോയ വിശേഷങ്ങൾ കണ്ടാലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, ഞങ്ങൾ ആദ്യം ബാലരാമപുരം പള്ളിയിലാട്ടോ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വിഴിഞ്ഞം ഹാർബറിലാണേ. ഉച്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ തൊട്ടടുത്തായിട്ട് തന്നെ യേശുവിൻ്റെ വലിയൊരു സ്റ്റാച്ചു നമുക്ക് കാണാനായിട്ട് പറ്റുവേ. മെയിനായിട്ട് മീൻ വാങ്ങിക്കാനാണ് വന്നത്. അതുകൊണ്ട് ചെന്ന ഉടനെ തന്നെ ഒരു കുടയും എടുത്ത് അവിടെ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി. കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനിനെ അപ്പം തന്നെ ലൈവായിട്ട് ഇവിടെ ലേലം വിളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവർ പിടിച്ചുകൊണ്ട് വന്ന മീനിനെ വേർതിരിച്ച് കഴുകിയെടുത്ത് അത് കരയിൽ കൊണ്ട് തട്ടിയിടും. പിന്നെ അതുവരെ ലേലം വിളിച്ച് തുടങ്ങും. അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ ആൾക്കാരെല്ലാം ഈ മീനുകൾ വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് മീൻ വാങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടാനാണേ. ഈ മീനുകളെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇതിൻ്റെയൊക്കെ പേരറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ മീനുകളെല്ലാം ഈ കടലിനകത്തുണ്ടോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ഇത്രയും മീൻ കണ്ടപ്പോഴേക്കും പപ്പ ഓണായി. ഓടിപ്പോയി വണ്ടിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന് ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലേലം വിളിച്ച് കുറച്ച് മീൻ അങ്ങ് വാങ്ങി. ഇത്രയും മീനാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഈ മീനിൻ്റെ പേരും നാളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ആരാ ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തതല്ലേ. അങ്ങനെ ഞങ്ങൾ മീനും വാങ്ങി ഫ്രണ്ടിലോട്ട് നടന്ന് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൻറ്റിമാരിരുന്ന് ഞങ്ങളെ വിളിക്കുന്നു. അപ്പം പറഞ്ഞു അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പണി കുറഞ്ഞ് കിട്ടും, അവരെല്ലാം നല്ല ക്ലീൻ ആക്കി തരും. അങ്ങനത്തെ ഈ പുള്ളിക്കാരി അതിൻ്റെ ചെതുമ്പലും ചെകിളയും എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അടുത്തിരുന്ന പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തു. ക്യാമറ ഇങ്ങോട്ട് തിരിക്കുന്ന സമയം കൊണ്ട് മറ്റേ പുള്ളിക്കാരി അതിനെ വെട്ടി അതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം കളഞ്ഞ് അതിനെ പീസാക്കി അടുത്തുള്ള പാത്രത്തിലേക്ക് ഇട്ടേ. ഇത്രയും മീൻ ഇത്രയും ഭംഗിയിൽ വെട്ടിമുറിച്ചതിന് അവർ 150 രൂപയാണ് കേട്ടോ ഞങ്ങളുടെ നിന്ന് വാങ്ങിയത്. ഇത്രയും പൊരിഞ്ഞ വെയിലത്തും അവർ ഇത്രയും കഷ്ടപ്പെടുന്നതിന് അവരെ സമ്മതിക്കണം അല്ലേ. ഈ ഒരു മീനിൻ്റെ ചെകിളയുടെ കളർ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ആ മീൻ എന്തുമാത്രം ഫ്രഷ് ആണെന്ന്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് തന്നെ അവർ മീനെല്ലാം വെട്ടിക്കൂട്ടി തന്നെ. ഇന്ന് നേരെ ഞങ്ങൾ കൊണ്ടുപോയത് ഐസ് ഇടാനാണേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഞങ്ങൾ ബക്കറ്റ് എടുത്തതെന്ന്. ഇവിടെ നിങ്ങൾ മീൻ വാങ്ങാൻ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ബക്കറ്റ് തന്നെ കൊണ്ടുവരണം. കവർ കൊണ്ടുവന്ന് നമുക്ക് ഐസിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഐസിട്ട് വാങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് ട്രാവലിങ്ങിനും ബുദ്ധിമുട്ട് വരുന്നില്ല. എപ്പിടി ഈ ഒരു സാധനം അവിടുന്ന് വണ്ടിയിൽ നിന്ന് വന്നപ്പോഴേ എൻ്റെ കണ്ണിലുടക്കിയായിരുന്നു. അങ്ങനെ 200 രൂപയ്ക്ക് അതും വാങ്ങി ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി നടന്നതേ നമുക്ക് ഈ ഒരു സ്പോട്ടിലെത്താൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് ഹാർബർ നമുക്ക് നല്ലോണം കാണാനായിട്ട് പറ്റുവേ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നേ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ KFCയിലോട്ട് പോയി. ഇവിടെ പോയി വെനസ്ഡേ സ്പെഷ്യൽ മെനു അങ്ങ് ഓർഡർ ചെയ്തു. ഈ ഒരു കോംബോയിൽ 15 പീസ് ചിക്കൻ ആട്ടോ വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ആദിത്യ.